ഹലോ, എസ്ട്രേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി സാരീസ് കാണിക്കാനായിട്ടാണ്. ഇപ്പം നമ്മൾ സാരീസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയുള്ള യൂണിഫോം സാരീസിന്റെ എൻക്വയറീസ് നമുക്ക് ഒത്തിരി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിൽ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ യൂണിഫോം സാരീസ് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മിഷൻ എംബ്രോയിഡറീസിൽ അങ്ങനത്തെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്ന വീഡിയോസിലായിട്ട് കാണിക്കുന്നതായിരിക്കും ഡിസൈൻസ് ഒക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അങ്ങനത്തെ സാരീസ് ഒക്കെ ചെയ്യിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഒത്തിരി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഡിസ്പാച്ച് ടൈം ഈ പറഞ്ഞ പോലെ ലെങ്ത് ആയി പോകുന്നത് കാരണം താമസം വരും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ യൂണിഫോം സാരീസ് ചെയ്യിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഡിസൈൻസ് ഒക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും അതുപോലെ ഏത് ഡിസൈൻസ് വേണം, ഏത് ബഡ്ജറ്റിൽ വേണമെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് സാരീസ് കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഇത് ഓണിയൻ പിങ്ക് ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ വൈറ്റും ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡൂടെ വെച്ചിട്ടുള്ളൊരു എംബ്രോയിഡറി ഹാൻഡ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നമ്മൾ ലേസി സ്റ്റിച്ചിന്റെ എൻഡ് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഈ കംപ്ലീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമലി ഒരു ജസ്റ്റ് ഒരു കുത്തി ബാക്കിലേക്ക് എടുക്കുന്നതിന് പകരം ഒരു ഫ്രഞ്ച് നോട്ട് കുത്തി എടുക്കുന്ന പോലത്തെ ഈ പാറ്റേണിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ നേരത്തെയും വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലേസിയുടെ എൻഡിൽ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് വരുന്ന പോലത്തെ ഈ സെയിം ഡിസൈൻ ആണെങ്കിലും നമ്മൾ നേരത്തെ വേറെ കളേഴ്സിൽ ട്രൈ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ആയിട്ട് മീൻസ് ആ ഒരു ഡിസൈൻ കണ്ടിട്ട് ഓർഡർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർഡർ വന്ന പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്. ഇത് പക്ക ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഓണിയൻ പിങ്ക് ഒക്കെ വരുമ്പം ആ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുമ്പോഴും നമുക്ക് ക്രിസ്മസ് തീമൊക്കെ ആയിട്ടാണെങ്കിലും അല്ലാതെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പർപ്പസ് എന്നുള്ള രീതിയിൽ തന്നെ ഓർഡർ വന്നിരിക്കുന്ന ടൈപ്പ് സാരീസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും സാരീസ് ഒക്കെ യൂസ് ചെയ്ത് ഓഫീസിലോ സ്കൂളിലോ ഒക്കെ പോകുന്നവർക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. നല്ല ഒത്തിരി മെയിൻ്റനൻസ് ഒന്നും വേണ്ട, ഈസി ആയിട്ട് വാഷ് ചെയ്യുകയും അയൺ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ബീഡ്സ് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്നാൽ നല്ലൊരു എലഗന്റ് ആയിട്ട് പ്ലസന്റ് ലുക്ക് ഉണ്ട്, നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെയാണ്. അങ്ങനെയുള്ളൊരു നല്ല ഒരു വർക്ക് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ ഓരോ സിംഗിൾ മോട്ടീവ്സ് ഒരു ഡയമണ്ട് ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ 2 ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെ ഇതിനകത്ത് അത് അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. അല്ലെങ്കിൽ ഈ ഒരു മോട്ടീവ്സ് നമ്മൾ സ്കാറ്റർ ചെയ്ത് ഇതിന്റെ മുന്താണി പോർഷനിൽ ചെയ്തിരിക്കുന്നത് പോലെയുമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ ഇതിന്റെ മുന്താണി പോർഷനിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 4 മോട്ടീവ്സ് ഉള്ള 2 പാറ്റേൺ ആയിട്ടാണ് നമ്മൾ ഇവിടെ മുന്താണി പോർഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും ഈ സെയിം രീതിയിൽ തന്നെ നമ്മൾ 2 ഡിസൈൻസ് ഇങ്ങനെ 4 മോട്ടീവ്സ് ഉള്ള പോലത്തെ 2 ഡിസൈൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ സെയിം ആയിട്ട് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. വർക്കൊക്കെ അത്യാവശ്യം ഈ ഒരു ഫ്രഞ്ച് നോട്ട് എടുത്ത് ഇങ്ങനെ ചെറിയ മോട്ടീവ്സ് ആയതുകൊണ്ട് നമ്മൾ വലിയ ഫ്ലവേഴ്സ് ചെയ്യുന്നതിനേക്കാളും ആക്ച്വലി സമയം കൂടുതലെടുക്കും. കാരണം നമുക്ക് ചെറിയ ഡിസൈൻസ് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കുറച്ചൊരു ടൈം എടുക്കുന്നത്. എന്നാൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന ഒരു സാരിയാണ്. എന്നാൽ അതിന്റെ കളർ കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് നല്ലൊരു എലഗൻസും തരും. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് മാനേജ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, പിന്നെ കോട്ടൺ സാരി ആയതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ യൂസ് കഴിയുമ്പോഴത്തേനും വാഷ് ചെയ്ത് സ്റ്റാർ ചെയ്ത് ഉപയോഗിച്ചാൽ വീണ്ടും എത്ര നാൾ കഴിഞ്ഞാലും നമുക്കൊരു പുതിയ സാരി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മെറ്റീരിയലാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഇതുപോലെ ഡെയിലി വെയർ ആക്കിയിട്ടൊക്കെ സാരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും ഉള്ളൊരു കളക്ഷനാണ് കോട്ട സാരിയുടെ കളക്ഷൻ. അപ്പൊ അതിൽ ഹാൻഡ് എംബ്രോയിഡറിയുടെ വരുമ്പോഴത്തേനും അതിന്റെ എലഗൻസ് ഒന്നുകൂടെ ഭംഗിയുള്ളതാകും. അപ്പൊ അങ്ങനത്തെ പാറ്റേണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇതുണ്ടോ വെർട്ടിക്കലായിട്ട്, അതായത് ആ 4 ഫ്ലവേഴ്സ് വെർട്ടിക്കലായിട്ട് വരുന്നത് പോലെ ഇങ്ങനെ താഴ്ന്ന് മുകളിലോട്ട് വരുന്നത് പോലെ. ഇത്രയും നേരം നമ്മൾ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ 4 ഫ്ലവേഴ്സ് വരുന്ന പോലെ. ഇതിനകത്ത് നടുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് നടുക്ക് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ആ വൈറ്റിനിടയ്ക്ക് ഈ പിങ്കയിൽ നേവി ബ്ലൂ കോമ്പിനേഷൻ വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് വരച്ച് കാണാൻ പറ്റുന്ന പോലത്തെ തന്നെ ഒരു വർക്കാണ്. അപ്പം ഇത്രയാണ് ഈ ഒരു സാരി. നമ്മൾ ഈ സാരിക്ക് വിത്ത് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിന്റെ കൂടെ ബ്ലൗസ് സെയിം മെറ്റീരിയൽ, അതായത് സെയിം ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ സ്ലീവ്സിൽ ഇതുപോലത്തെ 2 മോട്ടീവ്സ് വരുന്നത് പോലെയാണ് നമ്മൾ ഇതിനകത്ത് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. 2 സ്ലീവ്സിലും ഇതുപോലെ 2 മോട്ടീവ്സ് വരുന്നത് പോലെ സിമ്പിൾ ആയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സാരി ഉടുത്ത് വരുമ്പോഴത്തേനും സ്ലീവ്സിലും വർക്ക് വരും. ചെസ്റ്റ് പോർഷനിലും മുന്താണി പോർഷനിലും ഒക്കെ നല്ല വലിയ 2 ഡിസൈൻസ് ആയിട്ട് തന്നെ വരും. കാലിന്റെ അവിടെയൊക്കെ ഡിസൈൻ വരുമ്പോൾ മൊത്തമായിട്ട് ഈ ഒരു വൈറ്റ് കളർ അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു
നല്ല ഫുൾ എംബ്രോയിഡറി ഒക്കെ ഉള്ളൊരു സാരിയുടെ ഒരു ലുക്കിൽ, എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിമലായിട്ട് തന്നെ വർക്ക് വെച്ചിട്ട് ഒരു ബഡ്ജറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ സാരിയാണ്. നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വർക്കിന്റെ റിപ്പീറ്റഡ് വർക്കാണ്. സെയിം കളർ കോമ്പിനേഷനിലെല്ലാം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനകത്തൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള ലേസി ഫ്ലവേഴ്സ് വെച്ചിട്ട് 2 ഫ്ലവേഴ്സും വൈറ്റ് കളറിലെ ഫ്രഞ്ച് നോട്ട്സും ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് ലീവ്സ് പാറ്റേണും അതുപോലെ ആ ഒരു ഡാർക്ക് പിങ്ക് വെച്ചിട്ട് തന്നെ ചെറിയ ബഡ്സ് പോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ഓൾറെഡി റീസെന്റ് കുറെ പ്രാവശ്യം നമുക്ക് ഓർഡർ കിട്ടിയ ഒരു സാരിയാണ്. എൻ്റെ റിപ്പീറ്റ് ഓർഡർ ആണ്. അപ്പം ഈ സെയിം ഡിസൈൻ, അതായത് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച സെയിം സാരി നമ്മൾ വീണ്ടും ഓർഡർ വന്ന പ്രകാരം വീണ്ടും ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒത്തിരി എൻക്വയറീസ് വന്നൊരു സാരി ആയിരുന്നു. ഇതിന് ഈ സെയിം പാറ്റേൺ നമുക്ക് വേറെയും ഒത്തിരി സാരീസ് ചെയ്യാനായിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിട്ടും ഒക്കെ വെച്ച് നമുക്ക് വീണ്ടും ഈ സാരീസിന്റെ ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് ഡിസ്പാച്ചിന് പെൻഡിങ് ആയിട്ട് ഇരിപ്പുണ്ട്, നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അതുപോലെ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. ഇതിന്റെ പല്ലു പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസൈനാണിത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ 3 ഡിസൈൻസ് ആയി ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ചെസ്റ്റ് പോർഷൻ അത്യാവശ്യം നിറഞ്ഞു തന്നെ ഡിസൈൻസ് ഉണ്ട്. ഉണ്ടോ, നല്ല ഭംഗിയായിട്ട്. അത് തന്നെയല്ല, ഈ ഒരു ബ്ലൂ പിങ്ക് കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ ഭയങ്കര റിച്ച്നെസ് ഒന്നും വരുന്ന പോലത്തെ ഡിസൈൻസ് അല്ല. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി വെയറിന് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ട് തന്നെ നല്ലതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു സാരിയാണ്. കൂടുതലും ഈ പറഞ്ഞ പോലെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും അല്ല ചേർച്ച് വെയർ ആയിട്ടൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു ഡെയിലി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു സാരി പാറ്റേൺ ആണ്. ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ സെയിം ആ ഒരു സ്ലീപ്പിംഗ് പോസിൽ തന്നെ ഒരു ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ വെർട്ടിക്കലായിട്ട് വരുന്നതിനേക്കാളും ഭംഗി ആ ഒരു സ്ലീപ്പിംഗ് പോസിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരിയിൽ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ചില ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡിങ് പോസിൽ കാണുന്നതിലും ഭംഗി ആ ഒരു സ്ലീപ്പിംഗ് പോസിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഒരു സാരിയിൽ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. നേരത്തെ സാരിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു സാരിയിൽ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൽ വരുമ്പോൾ ഒരു സിംഗിൾ ഫ്ലവറും ചെറിയ 2 ബഡ്സും മുകളിലോട്ട് വരുന്നത് പോലെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സും ഒക്കെ ഇട്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്ലീവിലും വരുന്നത് പോലെ നമ്മളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സിലും ഈ ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പം കോട്ടൺ ചെക്കോട്ട സാരി ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ബ്ലൗസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പം നോർമലി കൂടുതലും നമുക്ക് കോട്ടൺ ചെക്കോട്ടയുടെ ഓർഡേഴ്സ് വരുമ്പോഴത്തേനും ബ്ലൗസും കൂടെ വർക്ക് ചെയ്ത് തന്നെയാണ് ചോദിക്കാറ്. മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും അതെ, ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും അതെ. അപ്പം നമ്മൾ കഴിവതും ബ്ലൗസോട് ചേർത്താണ് ഇതുപോലത്തെ സാരീസ് എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസിങ് ഈ പറഞ്ഞോളൂ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്തത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഒത്തിരി ആൾക്കാർക്കും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൈസിന്റെ ഡീറ്റെയിൽസ് നമ്മളെ നേരിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറയുന്നത്. അതുപോലെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫ്ലവേഴ്സിന്റെ എണ്ണം കുറയ്ക്കുവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പ്രൈസ് കുറയ്ക്കാൻ പറ്റും. അപ്പം അതങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന വർക്ക്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പ്രൈസ് പിന്നെയും കൂടുതലായിട്ട് വീഡിയോസിൽ പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പറയാത്തത്.
ഈ കാണിച്ച 2 സാരീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ സാരീസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മൾ മിഷൻ എംബ്രോയിഡറി സാരീസിനാണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി സാരീസിനാണെങ്കിലും ഡിസ്പാച്ച് ടൈം നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ മിഷൻ എംബ്രോയിഡറി സാരീസ് ആണെങ്കിൽ നമുക്ക് 2 വീക്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. ഹാൻഡ് എംബ്രോയിഡറി സാരീസ് നമുക്ക് ഡിസ്പാച്ച് ടൈം കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം ഹാൻഡ് എംബ്രോയിഡറി കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടും നമുക്ക് ഓൾറെഡി ഉള്ള ഓർഡേഴ്സ് തീർത്ത് വരുന്നതിൻ്റെ ഒരു സമയം കൊണ്ടുമാണ്. അത് നമുക്ക് 65 to 70 വർക്കിംഗ് ഡേയ്സ് ആണ് ഇപ്പോഴത്തെ ഒരു ഡിസ്പാച്ച് ടൈം. പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.